പടി നമുക്ക് ചില ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ കേൾക്കാം. ഒറീസക്കാരനായ രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു. ഘോര വനത്തിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഉള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടാ? പ്രേതൊന്നുമില്ല. ഇതിന്റെ ഫോണിന്റെ എന്തോ വോയിസ് റെക്കോർഡർ ആപ്പ് എന്തോ കറക്റ്റ് ആയതാണ്. റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ പുറകെ കേൾക്കുന്ന മുളകോ? ഞാൻ മുളക്കോ ഞാൻ ചോക്കൊന്നും കേട്ടില്ല. കാര്യം എന്തോന്നാ അതിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ലാപ്ടോപ്പ് നടക്കാൻ പോകണം. അതേടെ തലേവച്ച് നടക്കാൻ പോവാണ് ഇവനെ. എടാ സാമേ, എടാ ഒന്ന് ഹെൽപ്പ് ചെയ്തടാ. എന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഇന്ന് മിസ്സിംഗ് ആണ്. പിന്നെ ലാസ്റ്റ് വർക്കിന്റെ ഫോട്ടോസൊക്കെ ഞാൻ എന്റെ ഹാർഡ് ഡിസ്കിലേക്കും കോപ്പി ചെയ്തതാണ്. പക്ഷെ അതിലും കാണില്ല. അതിന് ഹാർഡ് ഡിസ്ക് എവിടെ? അകത്തുണ്ട്. ഒന്ന് വന്നേടാ, അല്ലെങ്കിൽ ഇപ്പൊ ആകെ പുലിവാലോ. പക്ഷെ ഇങ്ങനെ പോകാനത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കണം. എടാ എടാ അവിടെ മറ്റേ സാധനം ഉണ്ടോ? അങ്ങോട്ട് പോണ്ടാട്ടാ. ഞാൻ പോലും Happy birthday to you. Happy birthday to you. Happy birthday, dear Jinjo. Happy birthday. നീനു, എന്ത് ടേസ്റ്റായി കേക്ക്. ഉഫ്, നീ ഒരെണ്ണം കഴിച്ചു നോക്കിയാ? ഞാൻ ആരോടും പറയില്ല. നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നുമില്ല. ഞാൻ അടുത്ത തീരുമാനമല്ലേ, ഞാൻ അതിൽ ഉറച്ചു നിൽക്കണം. അതാ. ഓക്കേ. വേണോ? കുറച്ച് വേണ്ട? ഭയങ്കര ടേസ്റ്റ്. എന്താ മീനു, കേക്ക് കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ച സാധനമാണ്. ഓരോ ലെയറും വെവ്വേറെ ഫ്ലേവറാണ്. സൂപ്പർ ടേസ്റ്റ് അല്ലേ ലക്കി? നോർമലി ഞാൻ തന്റെ അഭിപ്രായങ്ങളോട് യോജിക്കാത്തതാണ്. പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞ കറക്റ്റാ. സത്യം പ്ലീസ്. കേക്ക് കിട്ടിയായിരുന്നു. എടാ മീനാക്ഷി കേക്ക് കഴിച്ചിട്ടില്ല. കേക്ക് എന്താ കഴിക്കാത്തതെന്ന്? ജിൻഡോ, ഞാൻ ഡയറ്റിലാ, അതാ കഴിക്കാത്ത. ആണോ? ശരിക്കും എന്നാ കുഴപ്പമില്ല കേട്ടോ. ഒന്നും വിചാരിക്കരുതേ പ്ലീസ്. തന്നോടല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. എംഡിക്ക് കേക്ക് കൊടുത്തു ആരെങ്കിലും? നോക്കട്ടെ. എന്ത് ക്രാപ്പനല്ലേ? എടാ ജിൻഡോ, എനിക്ക് 2 പീസ് കേക്ക് പാക്ക് ചെയ്ത് തരോ? വീട്ടിൽ പോയി കഴിക്കാനാ. 2 പീസാ? എന്തിനാ നിനക്ക് 2 പീസ്? സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ കഴിക്കാനാ. 2 പീസ് കേക്ക് എടുക്കട്ടെ? ആർക്കും ഇല്ലാത്ത സ്പെഷ്യൽ ഹണീഫ് കിട്ട കേക്ക് ഉണ്ട്. എടുത്തോട്ടെ? വേഗം വേഗം കുത്തിക്കൊല്ലൂടി. ശരിക്കും സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടോ? ഓ മിറ്റനായ നമ്മ. നീ ഇവിടെ കിടന്ന് ഉറങ്ങണോ? രാവിലെ തൊട്ട് എന്റെ ഇവിടെ ഒരു കാര്യം ഓക്കെ അല്ല. എന്റെ ലാപ്ടോപ്പ്, എന്റെ ഹാർഡ് ഡിസ്ക്, ഇവിടെ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല. എന്റെ മൊബൈൽ പോലെ ഞാൻ അപ്പൊ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് നീ ഉണ്ടാക്കി വെച്ച എന്തോ പണിയാണ്. നിർത്തിക്കൊണ്ട് നീ ഹൊറർ എഴുത്തും പരിപാടിയൊക്കെ. നീ അഡ്വാൻസ് ഇവിടെ തിരിച്ചു കൊടുത്തേ. എങ്ങനെ കൊടുക്കാൻ? ബാക്കി പൈസ ഞാൻ തരാം. പെട്ടെന്ന് കൊണ്ട് തിരിച്ചു കൊടുക്ക്. അയാളുടെ പ്രാക്കുമല്ലോ ഒരിക്കും. അയാളങ്ങനെ പ്രാകുന്ന ടൈപ്പ് ആളല്ലടാ. അതെങ്ങനെ നിനക്കറിയാം? ഒരാളെ കണ്ടറിഞ്ഞൂടാ. ഒരുമാതിരി വെറുതെ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും പറയല്ലേ? അല്ല, ഇനി അയാളുടെ പ്രാക്കാണെന്ന് വിചാരിക്കാ. അത് എന്നെയല്ല കൊള്ളുന്നത്, നിനക്കെങ്ങനെ കൊള്ളുന്നത്? പ്രാക്ക് അങ്ങനെയല്ല. അതിപ്പോ നിനക്ക് കിട്ടിയ എങ്ങനെ ചുറ്റുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. പ്രാക്കപ്പ് ഒരു പകർച്ചവ്യാധിയാണ്. അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. നീ പെട്ടെന്ന് കൊണ്ടേ കൊടുത്തേ, ഞാൻ പൈസ തരാം. പൈസ കൊണ്ട് കൊടുക്കാം. സന്തോഷം. പുതിയ ആഡിനോട് കോൺസെപ്റ്റ് റിജക്ട് ആയിരുന്നു. പവർ ഓഫ് പ്രാക്ക്. മോനെ നീ ഒരു പണി ചെയ്യ്. എത്രയും പെട്ടെന്ന് കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടോ. മനുഷ്യ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൊള്ളാവുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും ആ പ്രാക്കുന്നുണ്ടെ കളാം. ദൈവമേ, വല്ല പരിചയമുള്ളവരെ ബന്ധുക്കാരൊന്നും തട്ടിപ്പ് വരുന്ന മതിയായിരുന്നു. നല്ല ടൈമാണ് അത്. പിന്നെ നീ ആ പൈസ കൊണ്ടേ കൊടുക്കുമ്പോ പൈസ മാത്രം കൊടുത്താ പോരാ, പലിശ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതല്ലടാ, നീ അയാളെ സന്തോഷിപ്പിക്കുക കൂടി വേണം. എന്നാൽ ഈ പ്രാക്ക് മുഴുവൻ പോവുള്ളൂ. സന്തോഷവും സ്നേഹമൊക്കെ ഞാൻ വാരിക്കോരി കൊടുക്കും. കൊടുത്താ മതി. കാശ് തരും നീ പറഞ്ഞത് ഉറപ്പല്ലേ? പോ ചെല്ല്, റെഡിയാവ് പോ.
ഓക്കെ. അയ്യോ വീണ്ടും ഓഫായാ? സാർ എന്നോട് ക്ഷമിക്കണം. ആ ഹൊറർ കഥ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല സാർ. എൻ്റെ കഥയെക്കുറിച്ച് എന്താ അഭിപ്രായം? സാർ കഥ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര സത്യസന്ധനായോണ്ട് പേഴ്സണലി എനിക്ക് ആ കഥ അത്ര തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സാർ. എൻ്റെ കഥയ്ക്കും കുഴപ്പമുണ്ട്. സാറിന് മനസ്സിലായില്ല അത്? ആ, എൻ്റെ വൈഫ് പറഞ്ഞാണ് എന്നെ ഇത് മനസ്സിലാക്കിയത്. ഗുഡ് ഗേൾ. പക്ഷേ ഇത്രയ്ക്ക് കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതി. വളരെ ബോറ് കഥയാണ് സാർ. പിന്നെന്തിനാ എഴുതിത്തരാമെന്ന് പറഞ്ഞ്? അത് ആ സമയത്ത് എനിക്ക് കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഏറ്റുപോയതാണ് സാർ. പക്ഷെ സത്യം പറയണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കഥ എഴുതിയിട്ട് ഇത്ര പേടിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിട്ടില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് വിടുകയാണ്? ആ പ്രോജക്റ്റ് വിടുകയേ വഴിയുള്ളൂ സാർ. ഞാൻ സാറിൻ്റെ അഡ്വാൻസും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സത്യസന്ധത വാരി വിതറുകയാണല്ലോ. ഞാൻ കുറച്ച് ദിവസം സാറിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു പോയി. അതിന് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് പക്ഷേ ഞാൻ സാറിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഇത് വാങ്ങണം. ഇതെന്താ? അതാണ് ധനമാൻ യന്ത്രം. പണവും മനസമാധാനവും തരുന്ന യന്ത്രം. ഞാനിതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത് കയ്യിൽ വരുമെന്ന് കരുതിയില്ല. ഹാപ്പി ആയില്ലേ? പിന്നെ ഇതുപോലത്തെ എന്ത് സാധനങ്ങൾ കണ്ടാലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കും. ഏതിൽ നിന്നാണ് നമുക്കൊരു ഗുണം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പോയിന്റാണ് സാർ. പിന്നെ ഇത് കയ്യിൽ വെച്ചാൽ പോരെ? ഇതെന്നാ എൻ്റെ തന്നെ? സാർ, സാറിനെ പോലുള്ള ആൾക്കാരുടെ കാശ് കിട്ടിയിട്ടല്ലേ ആ എന്നെ പോലുള്ളവർക്ക് പണം ചെയ്യാൻ പറ്റും. പണം കിട്ടണമെങ്കിൽ പടം ചെയ്യണം. അതെ. ഇത് പണം തരുമെങ്കിൽ പിന്നെന്തിനു പടം? അങ്ങനല്ല സാർ. സാറിന് പണം മാത്രം കിട്ടിയാൽ പോരെ. എനിക്കങ്ങനല്ല, പടം ചെയ്യണം, പടം ചെയ്തിട്ട് പണവും കിട്ടണം. അയ്യോ, നല്ല മനസ്സുള്ള എഴുത്തുകാർക്കേ ഇത് പറ്റൂ. താങ്ക് യു സാർ. അപ്പോൾ ഇത് വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി? വെറുതെ ഏതെങ്കിലും ഒരു മൂലയിലും കണ്ട് കൊണ്ടുവെക്കുക. അവിടെ ഇരുന്നവൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റെഡിയാക്കും. ഇത് തന്നതിന് ഒരു താങ്ക്സ് പറഞ്ഞില്ല. സാറത് മറന്നു. പോകുന്നതിന് മുമ്പേ പറയുന്ന വിചാരിച്ചിരുന്നു ഞാൻ. അപ്പോ താങ്ക് യു. നോ മെൻഷൻ സാർ. സാർ ഹാപ്പി അല്ലേ? വേറെ വർക്കും അല്ലതായോ? കഥകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് സാർ. നമുക്കൊരു പ്രോജക്റ്റ് ആലോചിച്ചാലോ? സാറിന് എൻ്റെ കഥയാണോ സാർ നോക്കുന്നത്? ഏത് കഥയും വേഗം കംപ്ലീറ്റ് ചെയ്യണം. ആണോ? എന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ഞാനൊരു അഡ്വാൻസ് തരണമല്ലോ. തരണം. അപ്പോൾ ഇതങ്ങ് കൈവച്ചു. അയ്യോ, ഇതിപ്പോൾ തരണ്ട സാർ. ഞാൻ കഥ എഴുതി കഴിയുമ്പോൾ സാറിനെ വിളിക്കാം. അപ്പോൾ തന്നാൽ മതി. ഇപ്പോൾ സാറിൻ്റെ ഇരിക്കുന്നുണ്ട്. എന്നാലേ ഞാൻ പോട്ടെ ചേച്ചി. സാർ, വൺസ് അഗൈൻ സോറി കേട്ടോ. സോറി. സാറിന് നല്ലവർ തന്നെ. അയ്യോ അയ്യോ സാർ. സീരിയസ്ലി? എടാ, അപ്പൊ നീയല്ല എന്ന് പറഞ്ഞ അവർക്ക് നിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന്? അതെ, പക്ഷെ കമ്പനിയുടെ ക്രിയേറ്റീവ് ആയിട്ട് വന്നത് കണ്ടപ്പോ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന്. അതേതായാലും പൊളിച്ചിട്ടാ. മോനെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ആ അഡ്വാൻസ് തിരിച്ചു കൊടുത്തതും കാര്യങ്ങളൊക്കെ ഒക്കെ തുടങ്ങി. പക്ഷെ എന്താ അറിയോ, ആ പുള്ളിക്കാരന്റെ ഡിസ്ക് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾ ഇസ് വെൽ. അയ്യോ, അത് കഷ്ടായി പോയി. എടാ, ആ ധനമാന്യന്ത്ര ആള് കുഴപ്പാട്ടാ. നീ അതും കൊണ്ടിന് മേല ഇങ്ങോട്ട് കയറിയേക്കരുത്. അത് കാണാണ്ടുള്ള എഴുത്തൊക്കെ മതി. നീ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ അളിയാ. ശരി ശരി, നീ വീട്ടിലേക്ക് വാ. ഓക്കെ ഓക്കെ. അങ്ങനെ ആ നിരാകരസന്ധം അവസാനിച്ചു. ടേസ്റ്റ് ഉണ്ടാ? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടാ. സഹിക്കാൻ പറ്റാത്തോണ്ടോ ഇന്ന് രാത്രി 5 ശരിക്കും ഒന്നും കഴിക്കാനും പറ്റിയില്ല. നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എൻ്റെ മീനും?
ഇനി ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അത് നമുക്ക് ആലോചിക്കാം. നീ മുഴുവൻ കഴിച്ചോ, അവന്മാര് വെച്ച ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. നീ കഴിക്കുന്ന രീതി കണ്ടിട്ട് ഇനി മേലെ നീ ഈ പരിപാടി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മീനു, ഇനി ഈ വീട്ടില് ഡയറ്റിന്റെ പേരും പറഞ്ഞ പട്ടിണി കിടന്ന ഞാനപ്പോ പറയാം. എനിക്ക് തടി ഉറക്കണോ വേ? ഇവിടെ തടി ഉറക്കാനാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കാൻ പോ. മെല്ലെ മെല്ലെ ജോഗിങ് ആക്കി മാറ്റ്. ഒന്ന് ആക്റ്റീവ് ആയിട്ടിരുന്നാൽ മതി, തടിയൊക്കെ തനിയെ ഉറന്നോളൂ. ആ ഇത് കൊള്ളാലോ.